ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉപദ്രവിക്കുകയും അവരെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച കുറെ നാളുകളായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജയ് ശ്രീരാം വിളിപ്പിക്കുന്ന ആരെങ്കിലും യഥാർത്ഥമായി ശ്രീരാമന്റെ അനുഭാവികളോ അനുയായികളോ അല്ല എന്നും, മറിച്ച് മഹാത്മാ ശ്രീരാമന്റെ ഭക്ത ശത്രുക്കളാണ് ഇവര് എന്നുമാണ് ശ്രീരാമന്റെ ജീവിത ചരിത്രം നമ്മെ വിളിച്ചുണർത്തുന്നത്. ശ്രീരാമന്റെ ജീവിതം പരിശോധിക്കുന്ന ആർക്കും തന്നെ ആ മഹാത്മാവ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അഥവാ ഭാരതത്തിൽ അവതരിച്ച അവതാര പുരുഷന്മാരായിരുന്നു അഥവാ പ്രവാചകന്മാരായിരുന്നു എന്നും, മറ്റ് ഇതര പ്രവാചകന്മാരെ പോലെ തന്നെ വിനയവും എളിമയും സ്നേഹവും കാരുണ്യവും ലോകത്ത് പ്രദാനം ചെയ്തിട്ടുള്ള ലോകത്തിന്റെ മഹാത്മാക്കളായിരുന്നു എന്നുമാണ് നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ ശ്രീരാമ ഭക്തരെന്ന് പറഞ്ഞു അഴിഞ്ഞാടി നടക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് പോലും അവജ്ഞ തോന്നുന്ന അവസ്ഥയിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഈ വേഷധാരികൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനത്തിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥമായ ശ്രീരാമന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനാണ് ഇതിന് ഏറ്റവും നല്ല മാനദണ്ഡം മുമ്പോട്ട് വെച്ച് തരുന്നത്. ഒരാളിന്റെ ജീവിതം പരിശോധിക്കുന്നത് ഇതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖാത്തമൻ നബി എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കാൻ കാരണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എല്ലാ പ്രവാചകന്മാരുടെയും സാക്ഷി മുദ്രയാണ്. മുമ്പ് കഴിഞ്ഞതായാലും കഴിയാനുള്ളതായാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷി മുദ്ര പതിഞ്ഞിട്ടുണ്ടോ ആ ആൾ നബിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലേക്ക് പരിശോധനയ്ക്ക് വിധേയമാകുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ ആരാധിക്കുകയും ദുർദേവതകളെ കൈവെടിയുകയും ചെയ്യുക എന്നുള്ള സന്ദേശവുമായി ഓരോ സമുദായത്തിലും അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു ജനതയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ലോകത്ത് എവിടെയെല്ലാം മനുഷ്യവാസമുണ്ടോ ഇവരിലേക്കെല്ലാം തന്നെ അള്ളാഹു അവതാര പുരുഷന്മാരെ അഥവാ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. എന്നാൽ ആ വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ മാത്രമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അതിൽ ചിലരുടെ വൃത്താന്തം നാം നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ചിലരുടെ വൃത്താന്തം നാം നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നും. അപ്പോൾ പറഞ്ഞു തരാത്തതായ പ്രവാചകന്മാർ ഉണ്ട് എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ചരിത്രപരമായ ഗവേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ ലോകത്തിന്റെ പല കോണുകളിലും പല ദേശങ്ങളിലും പല പ്രദേശങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുള്ളതായി കാണാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ ലോകം ചുറ്റി സഞ്ചരിച്ച് നോക്കുവിൻ, പ്രവാചക നിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ലോകം ചുറ്റി സഞ്ചരിച്ചാൽ പ്രവാചക നിഷേധികളുടെയും പല ലോകത്തിന്റെ പല കോണുകളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിരുന്നു എന്നും അവരെ വിശ്വസിച്ചവരെയും അവരെ അവിശ്വസിച്ച ആളുകളുടെയും വൃത്താന്തം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും, എന്നാൽ അവിശ്വസിച്ച ആളുകൾക്ക് ഏതെല്ലാം തരം ശിക്ഷയാണ് അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരുന്നു. ഈ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനെ ചരിത്ര പഠനത്തിന് വിധേയമാക്കിയ ആളുകളിൽ പല വ്യാഖ്യാതാക്കളും പലരെയും പ്രവാചകന്മാരായി, ഖുർആൻ പേരെടുത്ത് പറയാത്ത പലരെയും പ്രവാചകന്മാരായി പറഞ്ഞിട്ടുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. തത്വജ്ഞാനിയായ ലുക്മാനെയും ദുൽഖർനൈൻ രാജാവിനെയും പ്രവാചകന്മാരായിരുന്നു എന്ന് പറഞ്ഞ ചില വ്യാഖ്യാതാക്കളുണ്ട്. ഗിസിറിനെ നബി എന്ന് പറഞ്ഞ വ്യാഖ്യാനങ്ങളിൽ കാണാവുന്നതാണ്. ഖാലിദ് ബിൻ സിനാൻ നബിയായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നു. ഷജ്ബിനു കൈമൂറ നബിയായിരുന്നു എന്ന് സുൽ ഫയ്യാസ് എന്ന അറബി മലയാള ഗ്രന്ഥത്തിൽ ഷുജായി മൊയ്തു മുസ്ലിയാർ
പലരും അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് രേഖപ്പെടുത്തിയതായി നമുക്ക് കേരളത്തിലും അത് കാണാൻ സാധിക്കുന്നു. എല്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ചരിത്ര സംഭവങ്ങളിലൂടെ പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് എന്ന് ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം വിളിച്ചോതുന്നു. രാമായണവും മഹാഭാരതവും ഇന്ത്യയിലെ പുരാണ ഇതിഹാസങ്ങളാണ്. ഇതിൽ രണ്ട് ആദർശ പുരുഷന്മാരാണുള്ളത്. ഒന്ന് മഹാത്മാ ശ്രീകൃഷ്ണനും ഒന്ന് ശ്രീരാമഭദ്രനും. രാമായണത്തിൽ ശ്രീരാമന്റെയും മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന്റെയും ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ രണ്ട് ആദർശ പുരുഷന്മാർ ഭാരത ഹൃദയത്തിൽ ജീവിക്കുന്നത് ഈ ഇതിഹാസങ്ങളിലൂടെയാണ്. അവരുടെ ധർമ്മോപദേശങ്ങൾ ഈ ഇതിഹാസങ്ങളിലൂടെയാണ് ലോകം അറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ വ്യാസ മഹർഷിയും ശ്രീരാമന്റെ ജീവിതത്തെ വാൽമീകി മഹർഷിയുമാണ് ചില ആളുകളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ യേശുവിനെ ക്രിസ്ത്യാനികൾ ദൈവമാക്കിയതുപോലെ ഈ വ്യാജ രാമഭക്തർ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ദൈവങ്ങളാക്കി എന്നതിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും എന്തു പിഴച്ചു? ശ്രീരാമൻ വാനരരെയും, അതായത് അധികൃതരായ ആളുകളെയും അധകൃതരായ ആളുകളെയും ഉദ്ധരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ ശ്രീരാമനെ മേധാവിത്വത്തിന്റെ അഥവാ ബ്രാഹ്മണ ആധിപത്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇന്ന് വരച്ചു കാട്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സമ്പന്നനോ ദരിദ്രനോ എന്ന യാതൊരു വേർതിരിവോ വ്യത്യാസമോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. രാമസ്വാമി നായിക്കർ ആ കാലഘട്ടത്തിൽ രാമായണത്തിന് പകരം കീമായണം എന്ന് എഴുതുകയും ശ്രീരാമനെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ലോകത്ത് അവതരിക്കപ്പെട്ട ഏതൊരു പ്രവാചകന്മാർക്കും നിന്നെ അവർ പരിഹസിക്കുന്നെങ്കിൽ നിനക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു പ്രവാചകനും പരിഹസിക്കപ്പെട്ടിട്ടല്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന വിശുദ്ധ ഖുർആന്റെ തത്വമനുസരിച്ച് ശ്രീരാമനും പരിഹസിക്കപ്പെട്ടാണ് പോന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ജനിച്ച ശ്രീരാമന് അനീതിക്കെതിരെ ഭൂജബലം കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണനും ഇതേപോലെ തന്നെ അധർമ്മത്തിനെതിരെ വാളെടുത്ത് പോരാടേണ്ട സംഭവം അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരെല്ലാം തന്നെ പല പ്രവാചകന്മാരും ലോകത്ത് ശത്രുക്കൾക്കെതിരെ വാളെടുത്ത് ധർമ്മയുദ്ധം നയിച്ച സംഭവങ്ങൾ നമുക്ക് എല്ലാ മതങ്ങളിലും വായിക്കാൻ സാധിക്കുന്നതാണ്. ഭാരതത്തിൽ ആദ്യ സമുദായം എന്നറിയപ്പെടുന്നത് ആര്യന്മാരെയാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സമുദായത്തിന്റെ അജയനും അരമനക്കാരനും സർവശ്രേഷ്ഠനുമായി പാടിപ്പുകഴ്ത്തുന്ന ദേവേന്ദ്രൻ എന്ന ആ പരമ്പരയിലാണ് ശ്രീരാമനും ജന്മം കൊള്ളുന്നത്. എന്നാൽ പിൽക്കാലത്ത് തന്റെ ബന്ധുക്കളുടെ ചില ഗൂഢാലോചന കാരണം അദ്ദേഹത്തിന് നാട് വിടേണ്ട ചരിത്രവും സംഭവം അദ്ദേഹത്തിൽ കഴിഞ്ഞുപോയി. ഇതും പ്രവാചകന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം ദൈവ ഉപാസനയോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നു അദ്ദേഹം കഴിച്ചുകൂട്ടിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നിരന്തരം എതിർപ്പുകൾ തരണം ചെയ്ത് കഴിച്ചുകൂട്ടിയ വിനയവും എളിമയും കൈക്കൊണ്ട അദ്ദേഹം പ്രവാചകനായിരുന്നു എന്നാണ് ആ ചരിത്രം വിളിച്ചോതുന്നത്. അദ്ദേഹത്തെ കഠിനമായി ഉപദ്രവിച്ച ആളുകൾ പോലും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ഏത് പ്രകാരമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിലെ ശത്രുക്കളായിരുന്നവർക്ക് മാപ്പ് നൽകിയത്, ഇതേപോലെ ശ്രീരാമനും മാപ്പ് നൽകുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. വിദേശ നാട്ടിൽ വെച്ച് അദ്ദേഹം പരിഹാസ്യനായപ്പോഴും രാജകിരീടം അണിയാൻ അവസരം ലഭിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും സംഭവിച്ചില്ല. അതായത് ആപത്തിലും ഐശ്വര്യത്തിലും സമനില കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരാളിനെ ആക്ഷേപിക്കുകയും നിന്ദിനാക്കി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോഴും
ഒരു രാജകിരീടം അദ്ദേഹത്തിന്റെ തലയിൽ അണിയാൻ പോകുമ്പോഴും ഒരേ മുഖഭാവവും ഒരേ പ്രതികരണവും ചെയ്യാൻ പ്രവാചകന്മാർക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? അതുപോലെ സത്യപരിപാലനത്തിന് വേണ്ടി സർവ്വതും ത്യജിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു, തയ്യാറായിരുന്നു. ഇതിൽ നിന്ന് ആ മഹാത്മാവ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം പിതാവിനെ വധിച്ച് ആ രാജ്യം പിടിച്ചടക്കി താങ്കൾക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളിനെ ശകാരിക്കുകയും അത്തരം കുതന്ത്ര കൂർമ്മ ബുദ്ധികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്യുകയാണ് ശ്രീരാമൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് ആർക്കെങ്കിലും അധികാരം തരാം, മറ്റൊരു തരം വധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മേടിച്ചു തരാനല്ലേ പറയാം. പക്ഷേ ശ്രീരാമന്റെ ചരിത്രം മറ്റൊന്നായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആകാശത്ത് കയറിക്കൊണ്ട് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ പറഞ്ഞ സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, കുൽ സുബ്ഹാന റബ്ബി അന ബസറും റസൂല, ഞാൻ നിങ്ങളെ പോലെ, അല്ലാഹു പരിശുദ്ധനാണ്, ഞാൻ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് അവരോട് പറയാൻ പറഞ്ഞു. ഇതേപോലെ ശ്രീരാമൻ പറയുന്നു, ദശരഥ പുത്രനായ ഒരു മനുഷ്യൻ എന്നതല്ലാതെ ഞാൻ എന്നെ കരുതുന്നില്ല അഥവാ കാണുന്നില്ല എന്ന്. ദശരഥന്റെ പുത്രനായ ഒരു മനുഷ്യനാണ് ഞാൻ, ഇതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം ദൈവമാണ് എന്ന് പറയുന്ന ആളുകളെ അദ്ദേഹം തന്നെ ആ കാലഘട്ടത്തിൽ തിരുത്തിയിട്ടുണ്ട്. ഞാനൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി യുദ്ധത്തിൽ ശ്രീരാമന്റെ നിയമങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഇതേ നിയമങ്ങൾ തന്നെയാണ് ശ്രീരാമന്റെ നിയമങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീരാമൻ പറയുന്നു, യുദ്ധം ചെയ്യാതിരിക്കുന്നവരെയും കൈകൂപ്പിയവനെയും വിശ്വാസമർപ്പിച്ചവനെയും തലയ്ക്ക് വെളിവില്ലാത്തവനെയും ഉപദ്രവിക്കരുത് എന്ന്. ഇത് യുദ്ധകാണ്ഡം 39 പറഞ്ഞിരിക്കുന്നതാണ്. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെയും കാഴ്ചപ്പാട്. പ്രവാചകന്മാരായിരുന്നു എന്നതിന് ആ ജീവിതം മുഴുവനും ഓരോ തെളിവുകൾ നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. രാവണൻ ശ്രീലങ്കയിലെ സർവ ഭരണാധികാരികളെയും മേലാളന്മാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ശ്രീരാമനെതിരെ യുദ്ധം ചെയ്യണമെന്നും പ്രഖ്യാപിക്കുകയും അതിന് ഇവരെല്ലാം വട്ടം കൂടി അതിന് തയ്യാറാവുകയും ചെയ്തു. അതിൽ പല പരിഹാസങ്ങളും പല ആക്ഷേപങ്ങളും, എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നാൻ മാത്രമുള്ള ഈച്ചയാണ് എന്ന് പോലും ശ്രീരാമനെ കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അനുജനായ രാവണൻ സഭാമധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്ത ആ മഹാത്മാവിനെ നശിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, അനവധി മഹാരഥന്മാരും പുണ്യപുരുഷന്മാരുമായ ന്യായപുങ്കന്മാർക്ക് വന്നിട്ടുള്ള ആ നാടാണ് ഇത്. ആ വംശത്തിൽ തന്നെയാണ്, ആ സൂര്യവംശത്തിൽ തന്നെയാണ് ശ്രീരാമനും ജന്മം കൊണ്ടിട്ടുള്ളത്. അദ്ദേഹം സാക്ഷാൽ ശ്രീനാരായണന്റെ അവതാരമാണ്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ മാപ്പിരക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പുണ്യപുരുഷന്മാർ ഭാരതത്തിൽ അവതരിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ആ പരമ്പരയിൽ, സൂര്യദേവന്മാരുടെ ആ പരമ്പരയിൽ തന്നെ വന്നിട്ടുള്ള ആള് തന്നെയാണ് ശ്രീരാമനും. ഇതുപോലുള്ള മഹാത്മാക്കൾ മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യൻ. ഇവിടെ ശ്രീരാമൻ ഒരു പ്രവാചകനല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? മാത്രമല്ല അദ്ദേഹം തുടർന്ന് പറയുന്നു, നാശത്തിന്റെ വഴി നാം സ്വയം തിരഞ്ഞെടുക്കരുത്. ദൈവകൽപ്പനയെ ധിക്കരിച്ചാൽ സർവനാശം വന്നു ചേരും. അതിൽ ആ പുണ്യാത്മാവിനെ അതുകൊണ്ട് ആ പുണ്യാത്മാവിനെ എതിർക്കരുത് എന്ന്.
ദൈവത്തിന്റെ നാശം വന്നു ചേരും. കാരണം അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിനെ എതിർക്കുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നാശം നമുക്ക് വന്നു ചേരുമെന്നുള്ള ഭയം അവർക്കുണ്ടായി. കാരണം അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ള ആളായിരുന്നു എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ രാവണന്റെ അനുജനായ വിഭീഷണൻ അദ്ദേഹം ശ്രീരാമനിൽ പിന്നീട് വിശ്വസിക്കുകയും അദ്ദേഹം ശ്രീരാമന്റെ ഇടവും വലവും നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പോരാടുകയും ചെയ്ത ഒരു യോദ്ധാവായി മാറുകയും ചെയ്തു. ശ്രീരാമന്റെ ഭാര്യ സീതയെ കുറിച്ച് ചില അപവാദങ്ങൾ പ്രചരിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അദ്ദേഹവും തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു. എന്നാൽ അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് വെളിപാടുകൾ ഉണ്ടായി. ഹേ രാമ, നിന്റെ സീതയിൽ പാപമൊന്നുമില്ല, അവൾ ചാരിത്രവതിയാണ്. മറിയമിനെ കുറിച്ച് അപവാദം പ്രചരിക്കുകയുണ്ടായിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് അള്ളാഹു പറയുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാര്യയെ കുറിച്ചും ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചും ഇതുപോലെ അപവാദം പറയുകയുണ്ടായി. അവിടെയും അള്ളാഹു ഇൽഹാം വെളിപാടിറക്കിക്കൊണ്ട് അതിന്റെ നിജസ്ഥിതി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഇൽഹാമുകളും വെളിപാടുകളും ഉണ്ടാകുന്ന നീതിമാനും സത്യവാനും കാരുണ്യവാനും മനുഷ്യ സ്നേഹിയും ദൈവസ്നേഹിയുമായ ഒരു അവതാര പുരുഷൻ അഥവാ പ്രവാചകനായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. എന്നാൽ ശ്രീരാമ ഭക്തരെന്ന് പറയുന്നവർ ശ്രീരാമ ചരിത്രം പഠിക്കേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം മുസ്ലിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ശ്രീരാമനെ കുറിച്ച് ജയ് വിളിക്കാൻ ഒരു കാരണവശാലും നാം മടിച്ചു നിൽക്കേണ്ടതില്ല. ജയ് ശ്രീരാം എന്ന് ഉറക്കെ നാം വിളിക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ യോഗ്യതകളും യഥാർത്ഥത്തിൽ ശ്രീരാമന്റെ അനുയായികൾ ഇന്ന് മുസ്ലിമീങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.